നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് കൊള്ളി വെക്കട്ടവനായിരുന്നു നീ. വായിക്കരിയിടേണ്ടവൻ, കർമ്മം ചെയ്യേണ്ടവൻ, വലിച്ചോറുരുട്ടേണ്ടവൻ. പക്ഷേ അച്ഛനും ബെമ്മവും പോയി. ഞങ്ങൾ ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോ മക്കൾ ഈ ഭൂമി വിട്ടു പോകുന്നത് കാണേണ്ടി വരിക എന്നുള്ളതാ അച്ഛൻ്റെ അമ്മയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം. ഉറക്കത്തിലും അവരുടെ ഉള്ളു പൊള്ളിക്കുന്ന നീറ്റൽ. അച്ഛന്മാർക്ക് പിന്നെ ഉറക്ക കരയാനും ആവില്ലല്ലോ. മോനെ, നീ എല്ലാം അറിയുന്നുണ്ടെന്ന് അച്ഛനറിയാം. എന്നാലും പറയുമോ, നിത്യമോടെ പേരിൽ ശരത് ഒരു വീട് വാങ്ങിച്ചു. ഇന്ന് ഞങ്ങളെ കൊണ്ടുപോയി പണി നടക്കുന്ന വീടവൻ കാണിച്ചു. ആദ്യമൊന്നും അച്ഛനിക്കാരും വിശ്വസിച്ചില്ല. പക്ഷെ ഇന്ന് പോയി നേരിട്ട് കണ്ടപ്പോ അവിടെ പേര് സ്വന്തമായ കിടപ്പാടം ഉണ്ടാകുന്നത് നല്ലതല്ലേ. പെൺകുട്ടികൾക്ക് അതൊരു വലിയ ധൈര്യം തന്നെയാണ്. പിന്നെ ദേവികമോളെ ആരും സങ്കടപ്പെടുത്താതിരിക്കാൻ ഞാനും പാർവതിയും ആകും പോലെ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ജീവനുള്ള കാലത്തോളം ദേവികമോക്ക് ഞങ്ങളുണ്ടാവും. അച്ഛൻ സുധേട്ടനോട് സങ്കടങ്ങൾ പറയാ. സങ്കടവും സന്തോഷവും ഒരുമിച്ച് ചേർന്ന് വരുന്ന ഒരവസ്ഥയില്ലേ, അതുപോലെ. മോളെ, നിത്യമോക്ക് വേണ്ടി ശരത്ത് പണി കഴിപ്പിക്കുന്ന വീട് ഞങ്ങളിന്ന് പോയി കണ്ടായിരുന്നു. ശരത്ത് കൊണ്ടുപോയി കാണിച്ചതാ. അച്ഛൻ അതൊക്കെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചോ? കണ്ണുകൊണ്ട് കണ്ടതല്ലേ മോളെ. കണ്ണുകൊണ്ട് കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും എല്ലാം വിശ്വസിക്കാനാവോ അച്ഛ? എന്തോ എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല, അല്ലയോ ദേവിയേട്ടത്തിയെ? സംഗതി സത്യവേട്ടത്തി, നിത്യയുടെ പേരില വീട് വാങ്ങും. പ്രമാണം നടത്തുമ്പോ ദേവിയേട്ടത്തി ഉണ്ടാവണം. പിന്നെ പാല് കാച്ചലിന് അടുപ്പിൽ കൊതുമ്പും ചൂട്ടും വെക്കേണ്ടത് ഏട്ടത്തിയും നിത്യയും ചേർന്നാവണം, അല്ലേ അച്ഛാ? ദൈവാനുഗ്രഹം കൊണ്ടെല്ലാം ഭംഗിയായിട്ട് നടക്കും. മനോഹരേട്ടാ, കൃഷി ഓഫീസിലെ ജോൺ സാർ വിളിക്കുന്നു. സാറ് വിളിക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പോയിരുന്നേ. ജോൺ സാറേ, സാറിന്റെ വിളി പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. അറിയാം, പുതിയതരം തെങ്ങുതൈ വന്നു. പ്രിയതമന്റെ അമ്പലത്തിൽ സന്ധ്യാവന്ദനത്തിന് വന്നതായിരിക്കും അല്ലേ? അല്ല ദേവിയെടുത്തി, നമുക്ക് ഈ കോഴിക്കോടിനെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി അങ്ങ് പ്രഖ്യാപിച്ചാലോ? നിർമാല്യം, ഉച്ചപൂജ, ദീപാരാധന അങ്ങനെയെല്ലാം നടത്താം. ഭാവിയിൽ ഈ വീടിന് മുന്നില് എണ്ണയും തിരിയും വിൽക്കാനായി ദേവിയേട്ടത്തിക്ക് ഇരിക്കുകയും ചെയ്യാം. ഒരു വരുമാന മാർഗം ആവേ. സുധിയേട്ടന്റെ ആത്മാവിന്റെ മുൻപിൽ വെച്ചെന്നെ നിന്റെ കാരണം ഞാൻ പുകയ്ക്കുന്ന കാണണോ? കാണണോന്ന് ഞാനൊരു തമാശ പറഞ്ഞല്ലേ ദേവിയേട്ടത്തി. വീട് സത്യവാടി ദേവിക. ഇവിടെ ഉള്ളവരോട് പറയാത്ത ഒരു കാര്യം കൂടി അവിടെ ഉണ്ടാവും. എന്റെ ദേവിക്ക് ഒരു മുറി. സത്യം, നമുക്ക് വേണ്ടി ഒരാട്ടുകെട്ടിലൂടെ പണിയുന്നുണ്ട് ഞാൻ. പിന്നെ നിത്യ
നിത്യയുടെ സ്മരണയ്ക്ക് ഇതുപോലൊരു അസ്ഥിത്തറ ഞാൻ പണിയും. അല്ലെങ്കിൽ കുഞ്ഞ് താജ്മഹൽ. മാർബിളെ രാജസ്ഥാനിൽ നീ കൊണ്ടുവരും. അക്കാര്യത്തിൽ നോ കോംപ്രമൈസ്. അതിനു മുൻപ് നിന്നെ കൊല്ലും ഞാൻ. ഈ കൈകൾ കൊണ്ടുള്ള മരണം പോലും ഒരു പുണ്യമായി കണ്ട് ഞാൻ ആസ്വദിക്കുകയും ചെയ്യും. ആട്ടുകട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കും ഞാൻ. ആ സ്വാമി ആ റൂട്ടിലൊന്ന് പിടിക്ക്. ബാക്കി വിവരങ്ങൾ ശേഖർ കളക്ട് ചെയ്യും. ഏതോ ഒരു ദുബായ്ക്കാരനാണ് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനെന്നാ കേട്ടത്. നമുക്ക് കണ്ടെത്തി പൊളിക്കാം. സ്വാമി പുറകെ പിടിച്ചോ. പിന്നെ വളരെ രഹസ്യമായിട്ട് വേണം. വേറെ ആരുമായിട്ടും സംസാരിക്കണ്ട. ശേഖരനെ പോലും നമുക്ക് 100% വിശ്വസിക്കാൻ കഴിയില്ല. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. അതെ, 1 മിനിറ്റ് തന്നെയാ ഞാൻ അങ്ങോട്ടും പറയുന്നത്. ഇവിടെ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടില്ലേ? പറയൂ സ്വാമി. എന്ത് കോളിലാണെങ്കിലും ഒന്ന് കട്ട് ചെയ്യും. എനിക്കൊരു കാര്യം ചോദിച്ചേ പറ്റൂ. സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യും. ആ സ്വാമി, അപ്പൊ അവിടെ ചെന്നിട്ട് വിളിച്ചാൽ മതി. അതിന് എന്ത് ചെലവ് വന്നാലും ഞാൻ നോക്കിക്കോളാം. ശരി, വെച്ചോ. എന്താ പറഞ്ഞു? ഡോക്ടർ സുനിത ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. അതിന് ഞാനെന്ത് വേണം? ഇവിടെ നിന്ന് സുനിതയെ സല്യൂട്ട് ചെയ്യണം. സല്യൂട്ട് ചെയ്യൊന്നും വേണ്ട. ഡോക്ടർമാർക്ക് കൊടുത്തിരുന്ന ടാർഗറ്റ് നിങ്ങൾ ക്യാൻസൽ ചെയ്തോ? മെഡിസിന്റെ? യെസ്, ഞാൻ ക്യാൻസൽ ചെയ്തു. അതിന് സുനിതയ്ക്ക് എന്താ പ്രശ്നം? സുനിതയ്ക്കല്ല, ഹോസ്പിറ്റലിനാണ് പ്രശ്നം. ഓരോ മാസവും ഡോക്ടർമാർക്ക് ടാർഗറ്റ് കൊടുക്കുന്നത് അവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിന് അവര് കഷ്ടപ്പെട്ട് പണിയെടുക്കാനാ. എല്ല് മുറിയെ പണിയെടുക്കാൻ. ആരുടെ എല്ലാം മുറിയാൻ? ആശുപത്രി വരുന്ന പാവപ്പെട്ട രോഗികളുടെയോ? ഡോക്ടർമാർക്ക് ടാർഗറ്റ് കൊടുത്തിട്ട് ശമ്പളം കൊടുക്കണ്ട. ആൾക്കാർ ആശുപത്രി വരുന്നത് അസുഖം മാറാനാ, അല്ലാതെ വരുന്ന രോഗികൾക്ക് മരുന്ന് കൊടുത്ത് നിത്യരോഗിയാക്കി മാറ്റാനല്ല. ചില മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ അത്തരം ഇടപാടുകളുണ്ട്. അത് ഇവിടെയും തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു. അത് ഞാനങ്ങ് നിർത്തി. സുനിതയാണ് അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നതെന്നും അറിയാം. അതിന്റെ കമ്മീഷൻ സുനിതയ്ക്ക് വേറെ കിട്ടുന്നുണ്ടായിരിക്കും. നിനക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അനാവശ്യം പറയരുത്. എന്റെ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് കമ്മീഷനോ? അല്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പല തവണ ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാ. നീ സുനിത എന്തിനാ കയറൂരി വിട്ടിരിക്കുന്നത്? നീ സുനിത എന്തിനാ ഭയക്കുന്നത്? ഭയമോ? എനിക്കോ? എനിക്കാരെയും ഭയമൊന്നുമില്ല. എന്താ നിരഞ്ജ? അല്ല, നമ്മുടെ മെഡിസിന്റെ ടാർഗറ്റ് കട്ട് ചെയ്തില്ലേ? അക്ഷര ഇപ്പോഴാ അത് അറിഞ്ഞത്. ഹോസ്പിറ്റലിലെ സ്പൈ സുനിതയാണല്ലോ. അവരും വിവരം അറിയാൻ വൈകിപ്പോയി. അക്ഷര, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പലതവണ ഞാൻ വാൺ ചെയ്ത സുനിതയെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അവർ ഇടപെട്ടാൽ വേറെ ആശുപത്രിയിൽ പണി നോക്കിക്കൊള്ളാൻ പറയും. ഇനി ടെർമിനേഷൻ ലെറ്റർ അടിച്ച് കയ്യിൽ കൊടുക്കുമ്പോഴേ അറിയൂ. ഹോസ്പിറ്റലിൽ നല്ലത് വരുന്ന കാര്യങ്ങൾ മാത്രമേ സുനിത പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇത്തരം കാര്യങ്ങൾ ഞാൻ അറിയാതെ നടത്തിയാൽ എങ്ങനെയാ? പിന്നെ ഞാൻ എന്തിനാ അവിടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നേ? അഡ്മിനിസ്ട്രേറ്റർ ആശുപത്രിക്കുള്ളിലെ ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി മാത്രമാണ്. അതിൽ ഇടപെടാനുള്ള അവകാശവും നിനക്കുണ്ട്. ഇത് ആശുപത്രിയുടെ പ്രതിച്ഛായയുടെ പ്രശ്നമാണ്. രോഗികളോടുള്ള കൺസേൺ ആണ്. അതിൽ നീ തൽക്കാലം ഇടപെടണ്ട. വേണമെങ്കിൽ കൂടെ നിൽക്കാം. എന്തായാലും ഇനി ടാർഗറ്റ് തികക്കൽ എന്നൊരു പരിപാടിയുടെ പേരിൽ ഡോക്ടർമാരെ ഇട്ടുള്ള ഉരുട്ടൽ വേണ്ട. ഇത് നിരഞ്ജന്റെ തീരുമാനമാണ്. നിരഞ്ജന്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ അത് എന്റെയും കൂടി തീരുമാനമാണ്. മനസ്സിലായല്ലോ നിനക്ക്?